my angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആക്ടേഴ്സ് എന്ന സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്ന കൺസേൺ വന്നിട്ട് ആന്റി ഏജിങ് ആണ്. അപ്പൊ കുറച്ച് പേർ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റ് വീഡിയോ ആന്റി ഏജിങ്ങിനെ പറ്റി ചെയ്യുന്നുള്ളത്. അപ്പോൾ ഹിയർ ഇറ്റ് ഇസ്, നമ്മുടെ വീഡിയോ ഇന്ന് തുടങ്ങുകയായി. നമ്മുടെ സ്കിൻ ആക്ച്വലി നന്നായിട്ട് യൂത്ത്ഫുൾ ആയിട്ടും പ്ലംപി ആയിട്ടും നല്ല അടിപൊളിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെയിൻ സ്കിന്നിലുള്ള ഒരു സാധനമാണ് കൊളാജൻ. അത് നമ്മുടെ 25 ഇയേഴ്സിന് ശേഷം അത് കുറയാൻ വേണ്ടി തുടങ്ങും ബിക്കോസ് ഓഫ് മെനി റീസൺസ്. വൺ ഓഫ് ദ റീസൺസ് ആർ സ്ട്രെസ്, ഡയറ്റ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ. ഇതൊക്കെ കാരണം ഇത് കുറഞ്ഞു തുടങ്ങും 25 കഴിയുമ്പോൾ. അപ്പൊ 25 ഇയേഴ്സ് തൊട്ട് അല്ലെങ്കിൽ 25 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും യു ക്യാൻ സ്റ്റാർട്ട് യൂസിങ് ആന്റി ഏജിങ് പ്രോഡക്ട്സ്. അത് ഞാൻ പറയാം എന്തൊക്കെ ആക്ടേഴ്സ് ആണ് ഉള്ളതെന്നുള്ളത്. അത് നമുക്ക് ഈസിലി സ്റ്റാർട്ട് ചെയ്യാം 25 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും. ഇതൊക്കെ നമ്മുടെ സ്കിൻ കെയറിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഈ ഏർലി സൈൻസ് ഓഫ് ഏജിങ് എന്ന് പറയുന്നത് തന്നെ ഫൈൻ ലൈൻസും പിന്നെ ക്രോഫീറ്റും ആണ്. നമ്മുടെ ഇവിടെ 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 ഒക്കെ വരുന്ന ചെറിയ ചെറിയ പാടുകളുണ്ടല്ലോ, അതൊക്കെയാണ് ഫൈൻ ലൈൻസും ക്രോഫീറ്റും. അപ്പൊ അതാണ് ഏർലി സ്റ്റേജസ് ഓഫ് ഏജിങ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ വരണേനെ നമുക്ക് കുറച്ചും കൂടി ഡിലേ ചെയ്യാനും അതിന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊക്കെ ഒരു ലെവൽ വരെ നമ്മളുടെ അതൊക്കെ മാറ്റി നല്ല സൂപ്പർ ആയിട്ട് നമ്മുടെ ബോട്ടോക്സ് ഒക്കെ ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇനി അങ്ങനെ കാലത്തേക്ക് ആൾക്കാരുടെ ബോട്ടോക്സ് ഒക്കെ ഇരിക്കൊണ്ട് ചെയ്യുന്ന തോന്നുന്നത്. അപ്പോൾ ആ ഒരു ബോട്ടോക്സ് ഇത്ര നേരത്തെ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പയ്യെ 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 ആ ബോട്ടോക്സ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കുറെ ആക്ടേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ അത് ഏതൊക്കെയാണ് നമുക്ക് കാണാം, അത് എങ്ങനെയൊക്കെയാണ് നമുക്ക് സാധാരണ ബാക്കിയുള്ള ബ്രൈറ്റനിങ് പിഗ്മെന്റേഷൻ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ വെറുതെ കെയർലെസ് ആയിട്ടോ അല്ലെങ്കിൽ ജസ്റ്റ് ലൈക്ക് ദാറ്റ് യു കനോട്ട് യൂസ് ആന്റി ഏജിങ്ങിന്റെ ആക്ടേഴ്സ്. അതിന് ചിലതിനൊക്കെ ഓരോരോ രീതികളുണ്ട്. ചിലതൊന്നും പെയർ ചെയ്യാൻ പാടില്ല, ചിലതൊന്നും പ്രഗ്നൻസി സേഫ് അല്ല, ബ്രസ്റ്റ് ഫീഡിങ് സേഫ് അല്ല, പിന്നെ കൺസീവ് ചെയ്യാൻ വേണ്ടി പോകുന്ന ആൾക്കാർക്ക് സേഫ് അല്ല. അങ്ങനെ പല ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു സംഭവമാണത്. അപ്പൊ അതെല്ലാം ഇന്നത്തെ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച് ഇൻട്രോ വലിച്ചു നീട്ടാണ്ട് ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മുടെ ഏർലി സൈൻസ് ഓഫ് ഏജിംഗ് എന്ന് പറയുന്നതാണ് ഫൈൻ ലൈൻസും ക്രോഫീറ്റും. നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന ആ ഒരു ഇങ്ങനെ ഒരു ടെക്സ്ചർ മാതിരിയാണ് ഈ ഫൈൻ ലൈൻസും റിങ്കിൾസും. ഇതൊക്കെ കൂടുതൽ ഡീപ്പൻ ആവുമ്പോഴാണ് റിങ്കിൾസ് വരുന്നത് കേട്ടോ. അപ്പൊ നമ്മളുടെ ആന്റി ഏജിങ്ങിന് വേണ്ടിയുള്ള ചില ആക്ടേഴ്സ് ഉണ്ട്. അതൊക്കെ നമ്മുടെ സ്കിന്നിലേക്ക് ആഫ്റ്റർ 25 തൊട്ട് നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ആ ആക്ടേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ സ്കിൻ കെയറിൽ പ്രൊഡക്ട്സ് ഒക്കെ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതൊക്കെ ഡിലേ ചെയ്യാനും നമ്മളുടെ സ്കിന്ന് നന്നായിട്ട് യൂത്ത്ഫുൾ ആയിട്ടും പ്ലംപ് ആയിട്ടും വിതൗട്ട് എനി അതർ സർജറി അല്ലെങ്കിൽ ബോട്ടോക്സ് ഒന്നും ചെയ്യാണ്ട് തന്നെ നമുക്ക് നല്ല സൂപ്പർ ആയിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഈ ആന്റി ഏജിങ്ങിന്റെ എന്താ പറയാ ഫ്യൂ ആക്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഫസ്റ്റ് ആക്ടീവ് എന്ന് പറയുന്നത് തന്നെയാണ് ഹൈലറോണിക് ആസിഡ്. ഹൈലറോണിക് ആസിഡ് ഭയങ്കര പ്രിറ്റി ഫേമസ് ആണ്, സേഫ് ആണ്, ഈസി ടു യൂസ്, ഈസിലി അവൈലബിൾ. ഐ തിങ്ക് ലോറിയൽ പാരീസ് ആണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഹൈലറോണിക് ആസിഡ് അല്ലെങ്കിൽ മേ ബി വേൾഡ് മാർക്കറ്റിലേക്ക് ആദ്യമായിട്ട് വളരെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ അതൊരു വലിയൊരു വിപ്ലവമായിട്ട് കൊണ്ടുവന്നത് ലോറിയൽ പാരീസ് ആണ്. ലോറിയൽ പാരീസിന്റെ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്ത ആൾക്കാരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും നല്ല പ്രൊഡക്റ്റ് ആണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ഞാൻ എത്ര ബോട്ടിൽ യൂസ് ചെയ്യുന്നത് പോലും അറിയാൻ പാടില്ല, അത്രയ്ക്ക് ഞാൻ ഹൈലറോണിക് ആസിഡ് ലോറിയൽ പാരീസിന്റെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഹൈലറോണിക് ആസിഡിന്റെ അകത്ത് തന്നെ കുറച്ച് കാര്യങ്ങൾ പറയണമെന്ന് വെച്ചാൽ ഇത് നമ്മളുടെ റിങ്കിൾസ് വരാതിരിക്കാനല്ല അത് ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ ഫൈൻ ലൈൻസും ക്രോഫീറ്റും അതിനൊക്കെ ഒരു ടെമ്പററി ഫിക്സ് ആണ്, ഒരു ടെമ്പററി സൊല്യൂഷൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഡീഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിലേക്ക് നമ്മൾ കുറച്ച് ഹൈലറോണിക് ആസിഡ് ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇൻസ്റ്റന്റ് റിസൾട്ട് ആണ്, ഇൻസ്റ്റന്റ് പ്ലംപിംഗ്, ഇൻസ്റ്റന്റ് യൂത്ത്ഫുൾ സ്കിൻ കിട്ടാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഒരു അല്ലെങ്കിൽ ഒരു സാധനമാണ് ഹൈലറോണിക് ആസിഡ്. ഇത് നമ്മളുടെ ക്രോഫീറ്റിനെ ഫൈൻ ലൈൻസ് ഒക്കെ പെട്ടെന്ന് നമ്മൾ പോയ പോലെ തോന്നും, പക്ഷെ ഇത് പോവല്ല. നമ്മളിപ്പോ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സ്കിൻ നല്ല പ്ലംപ് ആയിട്ടിരിക്കും, പക്ഷെ അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെ നമ്മുടെ സ്കിൻ പഴയ പോലെ തന്നെ ആവും. അന്ന് വിചാരിച്ച ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്തുകൊണ്ടിരുന്നു പറഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും റിങ്കിൾസ് വരില്ലെന്നല്ല കേട്ടോ. ആ ഒരു ക്വിക്ക് ഫിക്സ്, ആ ഒരു ചെറിയ ഫൈൻ ലൈൻസും റിങ്കിൾസിനും ഒക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ടെമ്പററി ഫിക്സ് ആയിട്ടാണ് നമ്മൾ ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്യുന്നത്. ഡീപ്പ് ആയിട്ടുള്ള റിങ്കിൾസിന് നമുക്ക് ഹൈലറോണിക് ആസിഡ് യൂസ് ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അതിന് നമ്മൾ കൊളാജൻ ബൂസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് ആക്ടീവ്സ് യൂസ് ചെയ്യും. അതിലേക്ക് നമുക്ക് പയ്യെ കിടക്കാം. അപ്പൊ നമ്മൾ അതിലേക്ക് കിടക്കുമ്പോഴത്തേക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആക്ടീവ്സ് ആണ് അല്ലെങ്കിൽ ഒരു ആക്ടീവ് ആണ് റെറ്റിനോൾസ്. റെറ്റിനോൾ എന്ന് പറഞ്ഞൊരു എംബ്രല്ല ടേമാണ്. അതിന്റെ ഇടയിൽ വേറെ കുറെ സബ് ഡിവിഷൻസ് ഒക്കെ വരുന്നുണ്ട്. അത് നമുക്ക് ഓരോന്നോരോന്നായിട്ട് നോക്കാം. ആക്ച്വലി ഈ ഒരു റെറ്റിനോൾ എന്ന് പറയുന്നത് തന്നെ വിറ്റമിൻ എന്റെ ഒരു ഡെറിവേറ്റീവ് ആണ്. ഇത് നമ്മുടെ സ്കിന്നിലേക്ക് ഡീപ്ലി പെനട്രേറ്റ് ചെയ്തിട്ട് കൊളാജൻ ബൂസ്റ്റ് ചെയ്യും ആൻഡ് നമ്മളുടെ സ്കിൻ സർഫസ് റിന്യൂ ചെയ്യാനാണ് ഇത് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഇതിന് ഓൾസോ ഒരു എക്സ്ഫോളിയേറ്റിംഗ് ഫീച്ചർ കൂടി ഉണ്ട്, ഒരു എക്സ്ഫോളിയേറ്റിംഗ് ആക്ഷൻ കൂടി ഉണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനെ ഇത് നന്നായിട്ട് റിന്യൂ ചെയ്ത് സർഫസ് സ്കിന്നിനെ നല്ല പോളിഷ്ഡ് പോലെ ആക്കി നല്ല അടിപൊളി തിളങ്ങണ പോലെ ആക്കാൻ വേണ്ടി റെറ്റിനോൾസ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ റെറ്റിനോൾ നിങ്ങൾ യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട
ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെറ്റിനോൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇന്ന സ്ഥലത്ത് ഞാൻ എത്തി, ഇറ്റ്സ് നോട്ട് എ ഡെസ്റ്റിനേഷൻ, ഇറ്റ് ഇസ് എ ജേർണി. ബിക്കോസ് സ്കിൻ കെയർ എന്ന് പറയുന്നത് തന്നെ ഒരു ജേർണിയാണ്. അത് നമ്മൾ ഒരു പോയിന്റിൽ നമ്മുടെ സ്കിൻ നന്നായി ഇനി നമുക്ക് സ്റ്റോപ്പ് ചെയ്യും അങ്ങനെയല്ല. അപ്പൊ നമ്മൾ അതിങ്ങനെ നമ്മൾ കണ്ടിന്യൂ, ഇപ്പൊ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും, ഇപ്പൊ എന്ത് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണെങ്കിലും അതൊരു എന്താ പറയാ, അതൊരു ഒരു പോയിന്റിൽ ചെന്ന് നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെറ്റിനോൾസ് ആദ്യം യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും സഡൻ റിസൾട്ട് അല്ല ഉണ്ടാവുന്നത്. അതിനൊരു പ്രോപ്പർ അത്യാവശ്യം നല്ലൊരു റിസൾട്ട് കിട്ടാൻ തന്നെ ഒരു 2 to 3 months വരെ എടുക്കും. ആദ്യത്തെ 1-2 ആഴ്ചയിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഒരു 1 monthനുള്ളിൽ റിസൾട്ട് കിട്ടിയില്ല എന്ന് വെച്ചാൽ നിങ്ങൾ ഇതിന്റെ യൂസേജ് ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യരുത്. കൺസിസ്റ്റന്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. 2 to 3 months എടുക്കും ഒരു പ്രോപ്പർ റിസൾട്ട് നമ്മുടെ സ്കിന്നിൽ ഇത് കാണിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് 1 to 2% ഒരു റെറ്റിനോൾ നമുക്ക് ഈസിലി സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ആൻഡ് എനിക്കിത് മെയിൻ ആയിട്ട് പറയുന്നത് വെച്ചാൽ നിങ്ങൾ റെറ്റിനോൾസ് നമ്മൾ സ്കിൻ കെയറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഒരിക്കലും എവറി ഡേ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. ബിഗിനർ ആണ് റെറ്റിനോൾ യൂസ് ചെയ്യാൻ വേണ്ടി ബിഗിനർ ആണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെ വേണം നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങാൻ. ആഴ്ചയിൽ ഒരൊറ്റ ദിവസം വെച്ചിട്ട് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ. അങ്ങനെ ഒരു 3 ആഴ്ച വരെ അങ്ങനെ പോട്ടെ. ആഴ്ചയിൽ ഒരേ ഒരു പ്രാവശ്യമേ നമ്മൾ റെറ്റിനോൾ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അത് നമ്മുടെ സ്കിന്നിൽ പ്രോപ്പർലി വർക്ക് ആയി തുടങ്ങി അല്ലെങ്കിൽ അഡാപ്റ്റ് ആയി എന്ന് തോന്നുവാണെങ്കിൽ ഒരു 4th വീക്ക് തൊട്ടോ അല്ലെങ്കിൽ 3rd വീക്ക് തൊട്ടോ നമുക്കത് വീക്കിലി 2 ദിവസം യൂസ് ചെയ്യാം. 2 ദിവസം നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്യുമ്പോഴും അടുപ്പിച്ച ദിവസങ്ങളിലല്ല യൂസ് ചെയ്യുന്നത്. ദിവസം വിട്ടിട്ട് ഇപ്പൊ ചൊവ്വ, വ്യാഴം അല്ലെങ്കിൽ മൺഡേ, വെനസ്ഡേ അങ്ങനെ നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ. പിന്നെ ഒരു മെയിൻ കാര്യം നമ്മൾ എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ റെറ്റിനോൾസ് യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്ക് സ്കിൻ ഇറിറ്റേഷൻസ് ഉണ്ടാവും. കുരു വരും, ചിലപ്പോൾ റെഡ്നെസ് വരും. ഇത് നമ്മുടെ സ്കിന്നിലേക്ക് ആക്ട് ചെയ്ത് തുടങ്ങി എന്നുള്ള ഒരു സൈൻസ് ആണ് കേട്ടോ. അപ്പൊ ഇത് കണ്ടു എന്ന് വിചാരിച്ചിട്ട് ആരും പേടിക്കുകയോ പാനിക് ആവുകയോ അല്ലെങ്കിൽ ഡിസ്കണ്ടിന്യൂ ചെയ്യരുത്. അത് അതിന്റെ വേ ഓഫ് ആക്ഷൻ ആണ്. സോ ഇറിറ്റേഷൻ ഡെഫിനറ്റ്ലി റെറ്റിനോൾസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകും. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഫേസ് നന്നായിട്ട് ചുമക്കും അല്ലെങ്കിൽ കുരുക്കൾ വരും. സോ ഇറ്റ്സ് നോർമൽ. ഓക്കെ. അതുപോലെ തന്നെ പിന്നെ ഒരു ഇമ്പോർട്ടന്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെറ്റിനോൾസ് പ്രഗ്നൻസി സേഫ് അല്ല, ബ്രസ്റ്റ് ഫീഡിങ് സേഫ് അല്ല. ആൻഡ് ഓൾസോ നിങ്ങൾ ന്യൂലി മാരിഡ് ആണ്, ഇഫ് യു ആർ പ്ലാനിങ് കിഡ്സ്, പെട്ടെന്ന് കുട്ടികൾ വേണം അല്ലെങ്കിൽ കൺസീവ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ നോട്ട് സേഫ്. സോ ഇത് ഈ ഒരു പ്രഗ്നൻസി, ബ്രസ്റ്റ് ഫീഡിങ്, കൺസീവിങ് ടൈപ്പ് ആ ടൈമിൽ നമ്മൾ ഒട്ടും തന്നെ യൂസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ആക്റ്റീവ് ആണ് റെറ്റിനോൾ. റെറ്റിനോൾ ആക്ച്വലി ഒരു അംബ്രല്ല ടേം ആണ്. അതിന്റെ അടിയിൽ വേറെ സബ് ഡിവിഷൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് റെറ്റിനോൾ, പിന്നെ റെറ്റിനാൽ, പിന്നെ റെറ്റിനോയിക് ആസിഡ് അല്ലെങ്കിൽ റെറ്റിനോയിൻ. ഈ റെറ്റിനോളും റെറ്റിനാലും നമുക്ക് നോർമലി വാങ്ങിക്കാൻ വേണ്ടി അവൈലബിൾ ആണ്. പ്രിസ്ക്രിപ്ഷന്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ റെറ്റിനോയിൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ റെറ്റിനോയിക് ആസിഡ് എന്ന് പറയുന്ന സാധനം വന്നിട്ട് നമുക്ക് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ അല്ലാണ്ട് വാങ്ങിക്കാൻ വേണ്ടി പാടില്ല കേട്ടോ. അത് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വാങ്ങിക്കാൻ പാടുള്ളൂ. ഈ റെറ്റിനോയിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റെറ്റിനോൾ ഭയങ്കര എന്താ പറയാ, ഭയങ്കര മൈൽഡർ ആണ്. ആൻഡ് ഓൾസോ കുറച്ച് ലെസ് ഇറിറ്റേഷൻ ആണ്. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷന്റെ കാര്യത്തിൽ എനിക്ക് ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ റെറ്റിനോൾ, റെറ്റിനാൽ, റെറ്റിനോയിൻ ഇതിന്റെ 3 ഏതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിലും അത് നൈറ്റ് ടൈമിൽ മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഡേ ടൈമിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഓൾസോ നിങ്ങൾ റെറ്റിനോൾ അല്ലെങ്കിൽ റെറ്റിനോളിന്റെ അതിന്റെ അടിയിൽപ്പെട്ട ഏത് പ്രൊഡക്റ്റ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിലും, അത് ആന്റി ഏജിങ്ങിന്റെ ഈ റെറ്റിനോളിന്റെ അടിയിൽ നിന്ന് എന്ത് യൂസ് ചെയ്യുകയാണെങ്കിലും സൺസ്ക്രീൻ ഇസ് എ മസ്റ്റ്. സൺസ്ക്രീൻ യൂസ് ചെയ്ത ആൾക്കാർ ആരും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി പോവരുത്. ഓക്കെ. അത്രയും ഇമ്പോർട്ടന്റ് ആണ് സൺ പ്രൊട്ടക്ഷൻ. ഈ റെറ്റിനോൾ ഓൾസോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന് എന്താ പറയുക, ഇത് നമുക്ക് എല്ലാ പ്രൊഡക്ട്സിനും കൂടെ പെയർ ചെയ്യാൻ പാടില്ല. മെയിൻ ആയിട്ട് പെയർ ചെയ്യാൻ നമുക്ക് കുഴപ്പമില്ലാണ്ട് പെയർ ചെയ്യാൻ വേണ്ടിയ പറ്റിയ മറ്റു ആക്റ്റീവ്സ് ആണ് ഹൈലറോണിക് ആസിഡിന്റെ കൂടെ ഇത് പെയർ ചെയ്യാം. ഓൾസോ നയാസിനമൈഡിന്റെ കൂടെ പെയർ ചെയ്താലും യാതൊരുവിധ കുഴപ്പമില്ല. പ്രത്യേക ഒരു എന്താ ബ്രൈറ്റനിങ് ആൻഡ് ഓൾസോ ഒരു ക്ലിയർ ഒരു ഗ്ലാസ് സ്കിൻ പോലത്തെ എഫക്ട് കിട്ടും നയാസിനമൈഡിന്റെ കൂടെ നമ്മൾ പെയർ ചെയ്താൽ കേട്ടോ. സോ നയാസിനമൈഡ്, ഹൈലറോണിക് ആസിഡ് ഇസ് ബെസ്റ്റ്. ആൻഡ് ഓൾസോ നമ്മൾ ഭയങ്കര വെറ്റ് ആയിട്ടുള്ള സ്കിന്നിലേക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഒരിക്കലും അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടില്ല. ഡീപ്പർ ആയിട്ട് പെനട്രേറ്റ് ചെയ്ത് ചിലപ്പോൾ നമുക്ക് കൂടുതൽ ഇറിറ്റേഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ നിങ്ങൾ ഹൈലറോണിക് ആസിഡ് വല്ലതും അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഹൈലറോണിക് ആസിഡ് അപ്ലൈ ചെയ്തതിനു ശേഷം കുറച്ചതൊന്ന് അബ്സോർബ് ആവാൻ വേണ്ടി സമയം കൊടുത്തിട്ട് 5 minutes 6 minutes ശേഷം ഫുള്ളി അബ്സോർബ് ആയതിനു ശേഷം മാത്രമേ നമ്മൾ റെറ്റിനോൾ നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ നമ്മൾ ഡ്രൈ സ്കിന്നിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. ആൻഡ് ഓൾസോ ഇനി നമ്മൾ പെയർ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ഇതിന്റെ കൂടെ റെറ്റിനോൾസിന്റെ കൂടെ പെയർ ചെയ്യാൻ പാടില്ലാത്ത ആക്റ്റീവ്സ് വന്നിട്ട് വിറ്റമിൻ സി ആൻഡ് ഓൾസോ AHA BHA. അപ്പൊ AHA BHA ഒക്കെ യൂസ് ചെയ്യുന്ന ദിവസമാണെങ്കിൽ ഡു നോട്ട് യൂസ് റെറ്റിനോൾ. ഓക്കെ. ആൻഡ് ഓൾസോ ഇന്ന് നമ്മൾ റെറ്റിനോൾ യൂസ് ചെയ്യുമെങ്കിൽ നമ്മൾ വിറ്റമിൻ സി യൂസ് ചെയ്യാതിരിക്കുക, നാളെ യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ സെയിം ഡേയിൽ റെറ്റിനോൾസും വിറ്റമിൻ സി അല്ലെങ്കിൽ സെയിം ഡേയിൽ AHA BHA ആൻഡ് റെറ്റിനോൾസ് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. സോ ഇത് രണ്ടും ഒരു ബിഗ് നോ ആണ് കേട്ടോ.
ആൻഡ് ഓൾസോ ഞാൻ ഒരു കാര്യം കൂടി ആഡ് ചെയ്യണം, നമ്മൾ സൺ പ്രൊട്ടക്ഷൻ ഇല്ലാണ്ട് നമ്മൾ റെറ്റിനോൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഇറിറ്റേഷൻസ് ആണ് ഉണ്ടാവുന്നത്. സോ സൺസ്ക്രീൻ ഇപ്പൊ എല്ലാവരും യൂസ് ചെയ്യുന്നതാണ്, ആണെങ്കിലും പെണ്ണുങ്ങളും എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്, കുട്ടികളും എല്ലാവർക്കും അറിയാം സൺസ്ക്രീനിന്റെ ഇമ്പോർട്ടൻസ്. സോ അങ്ങനെ സൺസ്ക്രീൻ യൂസ് ചെയ്ത ആൾക്കാർ ഇപ്പോൾ കുറവാണ്. ബട്ട് സ്റ്റിൽ ഞാൻ റിമൈൻഡ് ചെയ്യാണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ് റെറ്റിനോൾസ് യൂസ് ചെയ്യണമെങ്കിൽ സൺസ്ക്രീൻ ഇസ് എ മസ്റ്റ്. ഓൾസോ എനിക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇന്നിപ്പോ രാത്രി നമ്മൾ റെറ്റിനോൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ നമ്മൾ സൺ എക്സ്പോഷർ കുറയ്ക്കുന്നത് വളരെ നല്ലതായിരിക്കും, സ്കിന്നിന് അത്രയും നല്ലതായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ മതി റെറ്റിനോൾസ് ചിലപ്പോൾ നമ്മൾ ഡയറക്ട്ലി അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഓൾറെഡി ഇറിറ്റേഷൻസ് ഉണ്ടാവുന്നു, ചിലപ്പോൾ സ്കിൻ ചുമക്കാം അല്ലെങ്കിൽ പിമ്പിൾസ് വരാം, അങ്ങനെ പല ഇറിറ്റേഷൻസ് ഉണ്ടാവും. സോ ആ ഇറിറ്റേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു മെത്തേഡാണ് സാൻഡ്വിച്ച് മെത്തേഡ്. അതായത് സാൻഡ്വിച്ച് മെത്തേഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ധാരണ, മേളിൽ ബണ്ണും താഴത്ത് ബണ്ണും നടുക്ക് നമ്മുടെ പാറ്റി അല്ലെ, അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള കട്ട്ലറ്റ് സാധനങ്ങളൊക്കെ. അപ്പൊ അതുപോലെ തന്നെയാണ് ഇതും. അതായത് നമ്മൾ ഫസ്റ്റ് നമ്മുടെ സ്കിന്നിൽ ഇറിറ്റേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അധികം ആക്റ്റീവ്സുകൾ ഒന്നുമില്ലാത്ത സാധാരണ പ്ലെയിൻ മോയ്സ്ചറൈസർ, ഇപ്പൊ നമ്മുടെ സെറാവെ പോലത്തെ അല്ലെങ്കിൽ സെറ്റഫിൽ പോലത്തെ അങ്ങനത്തെ നോർമൽ മോയ്സ്ചറൈസേഴ്സ് നമ്മൾ ആദ്യം നമ്മുടെ സ്കിന്നിൽ ഇടുക. ഓക്കെ, സ്കിന്നിൽ ഇട്ടതിന് ശേഷം അത് നന്നായിട്ട് അബ്സോർബ് ആയ ഒരു 5 മിനിറ്റ്സിന് ശേഷം റെറ്റിനോൾ നമ്മുടെ സ്കിന്നിലേക്ക് ഇടുക. അപ്പൊ റെറ്റിനോൾ ഇടുമ്പോഴും എപ്പോഴും ഏത് സമയം നമ്മൾ റെറ്റിനോൾ ഇട്ടാലും നമ്മൾ പീ സൈസ് എമൗണ്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. കുറെ അടുത്ത് വാരിപ്പോത്തരുത്, സ്കിൻ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിപ്പോ. സോ പീ സൈസ് എമൗണ്ട് ആണ് ശരിക്കും ഏറ്റവും റെക്കമെൻഡഡ് ആയിട്ടുള്ള സൈസ്. അതിപ്പോ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയാലും ആരുടെ അടുത്ത് പോയാലും അത്രേ പറയുള്ളൂ കേട്ടോ. സോ പീ സൈസ് എമൗണ്ട് എടുക്കുക, എന്നിട്ട് നമ്മുടെ ഫേസിന് എടുത്ത് ഇടുക, എന്നിട്ട് നന്നായിട്ട് നന്നായിട്ട് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. സ്കിന്നിൽ നന്നായിട്ട് മസാജ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ്സിന് ശേഷം നമ്മളുടെ നമ്മൾ ആദ്യം ഇട്ട ആ മോയ്സ്ചറൈസർ ഉണ്ടല്ലോ അത് തന്നെ നമ്മൾ വീണ്ടും ഇട്ടിട്ട് ഇത് നന്നായിട്ട് സീൽ ചെയ്യാം. ദാറ്റ് ഇസ് നോൺ ആസ് സാൻഡ്വിച്ച് മെത്തേഡ്. നെക്സ്റ്റ് ആന്റി ഏജിംഗിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ആക്റ്റീവ് ആണ് പെപ്റ്റൈഡ്സ്. പെപ്റ്റൈഡ്സ് എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ഫോം ഓഫ് പ്രോട്ടീൻ ആണ് കേട്ടോ. ഇത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനും എന്താ പറയാ ഇലാസ്റ്റിസിറ്റി കൂട്ടാനും ആൻഡ് ഓൾസോ സ്കിൻ നന്നായി ടൈറ്റൻ ചെയ്യാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓൾസോ പ്രഗ്നൻസി സേഫ് ആണ്. പ്രഗ്നൻസി ബ്രസ്റ്റ് ഫീഡിങ് അങ്ങനത്തെ ആ വക സംഭവങ്ങളെല്ലാം ഇത് സേഫ് ആണ്. അപ്പൊ നമുക്ക് ആ സമയത്ത് യൂസ് ചെയ്യുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ റെറ്റിനോളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും പെപ്റ്റൈഡ്സ് അത്ര എഫക്റ്റീവ് അല്ല. അപ്പൊ ആന്റി ഏജിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻ ആയിട്ട് എല്ലാവരും റെറ്റിനോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഒരു ബ്രസ്റ്റ് ഫീഡിങ് എന്താ പറയാ പ്രഗ്നൻസി ആ ഒരു ടൈമിൽ നമുക്ക് ആന്റി ഏജിംഗിന്റെ ആ ഒരു പ്രോസസ് അല്ലെങ്കിൽ ആ ഒരു റുട്ടീൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി യൂസ് പെപ്റ്റൈഡ്സ് ഇൻസ്റ്റെഡ്. ഇത് നമ്മൾ HA BHA യൂസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും പെയർ ചെയ്യാൻ വേണ്ടി പാടില്ല. ബാക്കി നമുക്ക് ഹൈലറോണിക് ആസിഡ്, വിറ്റമിൻ സി, പിന്നെ അങ്ങനത്തെ വേറെ പല സീറംസ് നയസിനമൈഡ് ഒക്കെ വെച്ച് നമ്മൾ പെയർ ചെയ്യുന്നത് കുഴപ്പമില്ല കേട്ടോ. HA BHA യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആന്റി ഏജിംഗ് പ്രൊഡക്ട്സ് യൂസ് ചെയ്തിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ പെപ്റ്റൈഡും വന്നിട്ട് നമ്മുടെ നയസിനമൈഡിന്റെ കൂടെ പെയർ ചെയ്ത് വരുമ്പോഴത്തേക്കും കിഡിലിന് ഒരു ഗ്ലോ ആണ്, ഒരു നല്ലൊരു ഗ്ലാസ് സ്കിൻ പോലത്തെ എഫക്ട് കിട്ടും. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ആന്റി ഏജിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാസ്റ്റ് ആക്റ്റീവ് വന്നിട്ടാണ് ബക്കുച്ചി ഓയിൽ. ബക്കുച്ചി ഓയിൽ വന്നിട്ട് ഒരു പ്ലാന്റ് ഡിറൈവ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് യാതൊരുവിധ സൈഡ് എഫക്ട്സോ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത് നമ്മളുടെ റെറ്റിനോളിന്റെ പോലത്തെ തന്നെ ഒരു സിമിലർ സ്ട്രക്ചർ ആണ് ഈ സാധനത്തിനുള്ളത്. റെറ്റിനോൾ യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ല, അവർക്ക് യൂസ് ചെയ്യാൻ വേണ്ടി ബെസ്റ്റ് ആണ് ഈ ഒരു ബക്കുച്ചി ഓയിൽ. മെയിൻ ആയിട്ട് പ്രഗ്നൻസി സേഫ് ആണ്, ബ്രസ്റ്റ് ഫീഡിംഗ് സേഫ് ആണ്, കൺസീവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ അടിപൊളിയാണ്. സോ ആ റെറ്റിനോൾ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റാത്ത ആ ഫേസിൽ വരുന്ന ആൾക്കാർക്ക് ഡെഫിനറ്റ് ആയിട്ടും ട്രൈ ചെയ്യാം ബക്കുച്ചി ഓയിൽ. ഓൾസോ ഇതിന് ഇറിറ്റേഷൻസും ഇല്ല കേട്ടോ, അത് ഭയങ്കര അടിപൊളിയല്ലേ. ഇത് സീറമായിട്ടും ആൻഡ് ഓൾസോ ക്രീമായിട്ടും അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച്, നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്, നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ആന്റി ഏജിംഗിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആക്റ്റീവ്സ്. ഇനി നമുക്ക് പയ്യെ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷനിലേക്ക് പോവാം. സോ ഫസ്റ്റ് പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഹൈലറോണിക് ആസിഡിനാണ്. ഹൈലറോണിക് ആസിഡ് നിങ്ങൾക്ക് അറിയാം, ഞാൻ ആദ്യം തന്നെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ അതിൽ ലോറിയൽ പാരിസിന്റെ ഹൈലറോണിക് ആസിഡ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത്. ഞാൻ അതാണ് യൂസ് ചെയ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ളത്. പിന്നെ ഡോട്ട് ആൻഡ് കീന്റെ ഹൈലറോൺ മോയ്സ്ചറൈസർ ഉണ്ട്, അടിപൊളിയാണ് കേട്ടോ. ഐ മീൻ മോയ്സ്ചറൈസറിൽ വരുന്ന ഹൈലറോണിക് ആസിഡ് വരുന്ന മോയ്സ്ചറൈസർ ടു ഗുഡ്. പിന്നെ ലോറിയലിന്റെ പ്ലംപിംഗ് ക്രീം ഉണ്ട്, ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് മാജിക് എന്ന് പറഞ്ഞാൽ പോരാ, സ്കിൻ അങ്ങ് പ്ലംപ് ആവണേന് ഒരു കൈയും കണക്കില്ലെന്ന് പറയില്ലേ, ഇറ്റ്സ് അമേസിംഗ്. ലോറിയൽ പാരിസിന്റെ പ്ലംപിംഗ് ക്രീം. പിന്നെ ഡോട്ട് ആൻഡ് കീന്റെ അകത്തുണ്ട് ഹൈലറോണിക് ആസിഡ്, ഡെർമാക്കോൾ ഉണ്ട്, ഡീകൺസ്ട്രക്റ്റിലുണ്ട്. ഇതൊക്കെ അമേസിംഗ് ആയിട്ടുള്ള ഹൈലറോണിക് ആസിഡ്സ് ആണ്. ആൻഡ് ഓൾസോ നമ്മളുടെ മോയ്സ്ചറൈസറിൽ നമുക്ക് ആ ഇൻഗ്രീഡിയന്റ് വരുന്നത് നമുക്ക് ഈസിലി യൂസ് ചെയ്യുന്നതാണ്. ഇനി ഞാൻ നെക്സ്റ്റ് പറയാൻ വേണ്ടി പോകുന്ന നമ്മളുടെ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ വന്നിട്ട് റെറ്റിനോൾസിന്റെ ആണ്. റെറ്റിനോൾസിന്റെ ഡീകൺസ്ട്രക്റ്റിന്റെ ഒരു റെറ്റിനോൾ പെപ്റ്റൈഡ് സീറം ഉണ്ട്, യു ക്യാൻ യൂസ് ദാറ്റ്, ഇറ്റ് ഈസ് വെരി നൈസ്. പിന്നെ മിനിമലിസ്റ്റിന്റെ 2% ഗ്രാനാറ്റ് റെറ്റിനോൾ ഉണ്ട്, അത് യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ഓർഡിനറിയിലുണ്ട്, ഫോക്സ്റ്റെയിലുണ്ട് 0.15% റെറ്റിനോൾ, ഇറ്റ്സ് അമേസിംഗ്. പിന്നെ ഓലേന്റെ സീറം ഉണ്ട്, ഓലേന്റെ സീറം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, നല്ല സാധനമാണ് കേട്ടോ, അത് അടിപൊളിയാണ്. പിന്നെ ഡോക്ടർ ഷെത്തിലുണ്ട്. പിന്നെ റെറ്റിനാൽ, അത് നമ്മൾ സെക്കൻഡ് പറഞ്ഞില്ലേ, അപ്പൊ റെറ്റിനാൽ വരുന്നത് ഹൈഫൻ, നമ്മൾ കൃത്യസേനന്റെ ബ്രാൻഡിലുണ്ട്
ഹൈഫിന്റെ അകത്ത് റെറ്റിനാൽ ആണുള്ളത്. റെറ്റിനാൽ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഫാസ്റ്റർ ആയിട്ടുള്ള റെറ്റിനോളിന് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഫാസ്റ്റ് റിസൾട്ട് ആണ് റെറ്റിനാൽ ഉള്ളത്. പെട്ടെന്നാണ് എല്ലാം. ഓക്കെ, അപ്പൊ അത് കുറച്ചും കൂടി ഇതാണ്. പക്ഷെ സ്റ്റിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്താ പറയാ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കണം. പക്ഷെ മറ്റേ റെറ്റിനോൾ എടുക്കണ പോലെയല്ല, റെറ്റിനോൾ കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. പിന്നെ നമ്മൾ പറയുന്നത് ട്രെറ്റിനോയിൻ ആണ്. ട്രെറ്റിനോയിൻ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ പെർസെന്റേജ് ആണ് പറയുന്നത്. ഒരു ബിഗിനർ ആണ് നിങ്ങളെങ്കിൽ 0.025% ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. എപ്പോഴും നമ്മൾ ലോവർ പെർസെന്റേജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്നിട്ട് നമ്മുടെ സ്കിന്നിന് എന്തോരം അഡാപ്റ്റ് ചെയ്യുന്നുണ്ട് അതനുസരിച്ച് പയ്യെ നമ്മൾ അതിന്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിന്റെ പെർസെന്റേജ് കൂട്ടുകയാണ് ചെയ്യേണ്ടത്. ഇപ്പൊ നിങ്ങളൊരു ബിഗിനർ ഒരു 25 കഴിഞ്ഞോളൂ, ജസ്റ്റ് 25 കഴിഞ്ഞോളൂ, അങ്ങനത്തെ ആൾക്കാരൊക്കെ 0.25% യൂസിന്റെ ആവശ്യമേ ഉള്ളൂ. അതിന് മേലെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? അപ്പൊ പയ്യെ ഒരു 40+ ഒക്കെ ആകുമ്പോൾ മതിയായിരിക്കും 1%. അല്ലാണ്ട് അതിന്റെ ഇപ്പോഴേ നമ്മൾ ഹൈ പെർസെന്റേജ് വെച്ച് ഒരിക്കലും നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ചെക്ക് ചെയ്ത് മാസങ്ങൾക്ക് ശേഷം, ഓക്കെ, നോട്ട് ദിവസങ്ങൾ, മാസങ്ങൾക്ക് ശേഷം നമ്മുടെ സ്കിന്ന് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം 0.05 ഉണ്ട്, 0.5 അല്ല 0.05% നമ്മൾ കൂട്ടുക. അപ്പൊ ഇങ്ങനെ നമ്മുടെ സ്കിന്ന് എങ്ങനെയാണ് ഇതിനെ റിയാക്ട് ചെയ്യുന്നതെന്നുള്ളതാണ് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് മുഴുവനും. പിന്നെ പെപ്റ്റൈഡ്സിന്റെ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ വരുവാണെങ്കിൽ, ഞാൻ ട്രെറ്റിനോയിന്റെ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ പറയാത്തതെന്ന് വെച്ചാൽ പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ട് വാങ്ങിക്കണമെന്ന് ഓൾറെഡി പറഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പെപ്റ്റൈഡ്സിന്റെ പ്രൊഡക്റ്റ് റെക്കമെൻഡേഷൻ വരുവാണെങ്കിൽ മിനിമലിസ്റ്റിന്റെ അകത്തുണ്ട് നല്ല പെപ്റ്റൈഡ്സ്, ഡോട്ട് ആൻഡ് ക്ലീൻ്റെ അകത്തുണ്ട്. പിന്നെ കോപ്പർ പെപ്റ്റൈഡ് എന്ന സാധനമുണ്ട് മിനിമലിസ്റ്റ് തന്നെ. അത് നമ്മളുടെ സ്കിന്നിന് നന്നായിട്ട് നമ്മുടെ സ്കിൻ മസിൽസിലെ ഫേഷ്യൽ മസിലിനെ നന്നായിട്ട് റിലാക്സ് ചെയ്യാൻ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. എന്നോട് ഓൾസോ നല്ലൊരു ബോട്ടോക്സ് എഫക്ട് തരാൻ വേണ്ടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ കോപ്പർ പെപ്റ്റൈഡ്. അപ്പൊ അത് നമ്മൾ ഒന്നിന്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടി പാടില്ല, അത് തന്നെ ആയിട്ട് ഇടണം. പിന്നെ ഹൈഫൻ, കൃത്യസേനോന്റെ ബ്രാൻഡുണ്ട് ഹൈഫൻ, അതിൻ്റെ അകത്തുണ്ട് പെപ്റ്റൈഡ്സ്. പെപ്റ്റൈഡ്സ് ഐ തിങ്ക് കൃത്യസേനോന്റെ ബ്രാൻഡിലാണെന്ന് തോന്നുന്നു പെപ്റ്റൈഡ്സ് ആദ്യമായിട്ട് നമ്മൾ എല്ലാവരും സംസാരിച്ച് അങ്ങനത്തെ ഒരു ആക്റ്റീവായിട്ട് സംസാരിച്ചത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് അപ്പോഴാണ് ഭയങ്കര ഫേമസ് ആയി തുടങ്ങിയത്. പിന്നെ കോൺഷ്യസ് കെമിസ്റ്റ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്, നൈക്കയിൽ അവൈലബിൾ ആണ്. അത് അമേസിംഗ് ആണ്. പെപ്റ്റൈഡ്സ് സൂപ്പർ ആണ് കേട്ടോ. പിന്നെ എസ്റ്റേ ലോഡറിലുണ്ട്, എക്സ്പെൻസീവ് ആണ്, ബട്ട് സ്റ്റിൽ ഐ എം ആഡിങ് പീപ്പിൾ ഹു കൻ അഫോർഡ് കൻ ഗെറ്റ് ദാറ്റ്, അത്രേ ഉള്ളൂ. പിന്നെ ഡെർമാക്കോലുണ്ട്. ഡെർമാക്കോന്റെ ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നെയിൽ മ്യൂസിയം ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു 2 മാസം മുന്നത്തെ പ്രൊമോഷൻ ആയിട്ട്. ഓ മൈ ഗോഡ്, ഇറ്റ്സ് സോ ഗുഡ്. അത് എന്തൊരു നല്ലതല്ല പെപ്റ്റൈഡ് സ്നെയിൽ മ്യൂസിയം ആണത്. നമ്മുടെ സ്കിൻ ഇങ്ങനെ വെട്ടിത്തിളങ്ങുമെന്ന് പറയില്ല, അത്രയ്ക്കും നല്ല പ്രൊഡക്റ്റ് ആണത്. ലിറ്ററലി ലവിങ് ഇറ്റ്. നമ്മുടെ സ്നെയിൽ മ്യൂസിയത്തിനെക്കാളും ഒക്കെ ഭയങ്കര റേറ്റ് കുറവാണ്, പക്ഷെ എന്റെ എഫക്ട് എന്ന് പറയുന്നത് ഭയങ്കരമാണ് കേട്ടോ. അപ്പൊ ഡെഫിനറ്റ് ആയിട്ട് അത് ചെക്ക് ചെയ്യാം. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ബക്കൂച്ച് ഓയിലിന്റെ സാധനം എന്ന് പറയുമ്പോഴത്തേക്കും പ്ലമ്മിന്റെ അകത്ത് ബക്കൂച്ച് ഓയിലിന്റെ പ്രൊഡക്ട്സ് അവൈലബിൾ, ഐ മീൻ സീറം അവൈലബിൾ ആണ്, മോംസ് കോയിൽ അവൈലബിൾ ആണ്, ഓൾസോ ഇൻഡി വൈൽഡ് എന്ന ബ്രാൻഡ് ഉണ്ട്, അതിലതും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ആന്റി ഏജിങ്. അപ്പൊ നിങ്ങൾക്ക് ഇന്നത്തെ നമ്മളുടെ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ആക്ടേഴ്സ് സീരീസിന്റെ 2ാമത്തെ എപ്പിസോഡ് വിച്ച് ഇസ് ദ കൺസേൺ വാസ് ആന്റി ഏജിങ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നും ഹെൽപ്ഫുൾ ആയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനൊരു ഭയങ്കര ഇൻ ഡീറ്റെയിൽ ആയിട്ടല്ല സംസാരിക്കണമെങ്കിലും ഒരു ഏകദേശം നിങ്ങൾക്ക് ഒരു ക്ലിയർ ധാരണ കിട്ടാൻ വേണ്ടി ഈ വീഡിയോ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പൊ എന്തായാലും ഈ സീരീസ് നിങ്ങൾ ഇഷ്ടമാവുന്നതാണ്, എൻ്റെ ഒരു ഇഷ്ടം ആകുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ ഇഷ്ടമായി എന്നുള്ളതെല്ലാം കമന്റ് ബോക്സ് കമന്റ് ചെയ്ത് പറയാൻ വേണ്ടി മറന്നോണ്ട്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ ഏത് കൺസേണിനെ പറ്റിയാണ് സംസാരിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്ത് പറയുക. ആൻഡ് അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു, ഉമ്മ.